Hello everyone, welcome to I+ Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ദ 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് നോവലിന്റെ 4 വീൽസ് എന്നറിയപ്പെടുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ഉണ്ട്, അതും നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ദ 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ ആർ the 4 pioneering 18th century novelists. ആരൊക്കെയാണ്? സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ടോബിയാസ് സ്മോളറ്റ് ആൻഡ് ലോറൻസ് സ്റ്റേൺ. അല്ലേ? So the 4 wheels of the English novel are the 4 pioneering 18th century novelists. First one is Samuel Richardson, the other one is Henry Fielding, and the next one is Tobias Smollett, and the other one is Lawrence Stern. അല്ലേ? 4 ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ 4 പേരും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നോവലിസ്റ്റുകളാണ്. സാമുവൽ റിച്ചാർഡ്സൺ ഉണ്ട്, ഹെൻറി ഫീൽഡിംഗ് ഉണ്ട്, ടോബിയാസ് സ്മോളറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോറൻസ് സ്റ്റേണിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 വീൽസ് ഓഫ് ദ 18th century novels. അല്ലെ, 18th century നോവൽസിന്റെ 4 വീൽസ് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. സാമുവൽ റിച്ചാർഡ്സൺ ഉണ്ട്, ഹെൻറി ഫീൽഡിംഗ് ഉണ്ട്, ലോറൻസ് സ്റ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ ടോബിയാസ് സ്മോളറ്റ് ഉണ്ട്. ഓക്കെ, സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ലോറൻസ് സ്റ്റേൺ, അതുപോലെ തന്നെ ടോബിയാസ് സ്മോളറ്റ്. ഓക്കെ, അപ്പൊ ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വേണം അല്ലെ. റൈറ്ററിന്റെ ഓഫ് കോഴ്സ് വർക്ക് എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം വർക്ക് ഒക്കെ മാച്ചപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അത് സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള റൈറ്റേഴ്സിന്റെയും വർക്കുകൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിക്കുന്നതും പെൻ നെയിംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതും ഒക്കെ തന്നെ. ഓക്കെ, പൊതുവെ നെറ്റിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ സെറ്റിൽ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ധാരാളം നമുക്ക് വരും. അതുകൊണ്ട് തന്നെ സെറ്റിന്റെ കേസിൽ നമ്മൾ സേഫ് ആണ്. നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കോണ്ടന്റ് നോളജ് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, കാരണം സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സിലബസിന് പുറമെ എന്തെങ്കിലുമൊക്കെ കീ ഐഡിയാസ്, ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും അറിയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊക്കെ തന്നെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഒരു വലിയ സോഴ്സ് തന്നെയാണ്. ഓക്കെ, സോ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ സെറ്റ് എന്ന് പറയുന്നത്. ഇല്ല, വലിയൊരു പ്രശ്നം വരുന്നില്ല. കൂടുതൽ ജനറലൈസ് ചെയ്ത് പഠിക്കേണ്ട ആ ഒരു ആവശ്യവും നമുക്ക് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ അതോട് നോക്കിക്കേ, their combined contributions established the foundation for the modern English novel through diverse styles, themes and narrative techniques. അല്ലേ, ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റൈലുകളും തീമുകളും നറേറ്റീവ് ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സാമുവൽ റിച്ചാർഡ്സനെ കുറിച്ച് പറയാനാണെങ്കിൽ നോൺ ഫോർ എപ്പിസ്റ്റോളറി നോവൽസ് ലൈക്ക് പമേല ആൻഡ് ക്ലാരിസ, ഫോക്കസിംഗ് ഓൺ സൈക്കോളജിക്കൽ ആൻഡ് മോറൽ തീംസ്. ഇല്ലേ, അപ്പൊ നോക്കിക്കേ, സാമുവൽ റിച്ചാർഡ്സന്റെ പ്രത്യേകത എന്താണ്? നോൺ ഫോർ എപ്പിസ്റ്റോളറി നോവൽസ്, എപ്പിസ്റ്റോളറി ആയിട്ടുള്ള നോവൽസിന്റെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പമേല ഉണ്ട്, ക്ലാരിസ ഉണ്ട്. ഫോക്കസിംഗ് ഓൺ സൈക്കോളജിക്കൽ ആൻഡ് മോറൽ തീംസ്. ഇല്ലേ, സൈക്കോളജിക്കൽ ആൻഡ് മോറൽ തീംസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ലേ, അപ്പൊ പമേലയും ക്ലാരിസയും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസ്റ്റോളറി ആയിട്ടുള്ള നോവലുകളാണ്. പമേലയുടെയും ക്ലാരിസയുടെയും ഒക്കെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എപ്പിസ്റ്റോളറി ആയിട്ടുള്ള നോവലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഹെൻറി ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ കാണാൻ സാധിക്കും. ഫേമസ് ഫോർ പിക്കാറസ് ആൻഡ് കോമിക് നോവൽസ്. എന്താണ് പിക്കാറസ് നോവലുകളുടെ പ്രത്യേകത എന്നറിയാമോ? പിക്കാറസ് നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കഥാപാത്രമാണ് ഒരു പിക്കാറോ. സോ ഹു ഈസ് ആക്ച്വലി എ പിക്കാറോ? ആരാണ് പിക്കാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിക്കാറോ എന്ന വാക്കിന്റെ അർത്ഥം വാൻഡറർ എന്നാണ്. ഓക്കെ, ഈ വാൻഡററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ആര്? വാൻഡറർ. അല്ലെ, സോ ഫേമസ് ഫോർ പിക്കാറസ് ആൻഡ് കോമിക് നോവൽസ് സച്ച് ആസ് ജോസഫ് ആൻഡ്രൂസ് ആൻഡ് ടോം ജോൺസ്. അല്ലെ, ജോസഫ് ആൻഡ്രൂസ് എന്നും ടോം ജോൺസ് എന്നും ഒക്കെ പറയുന്ന നോവലുകളുടെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളത്. നോൺ ഫോർ എ മോർ എക്സ്പാൻസീവ് സോഷ്യൽ അപ്രോച്ച്. അല്ലെ, വളരെ എക്സ്പാൻസീവ് ആയിട്ടുള്ള സോഷ്യൽ അപ്രോച്ചുകളുടെ പേരിലും പോപ്പുലർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഫേമസ് ഫോർ പിക്കാറസ് ആൻഡ് കോമിക് നോവൽസ് സച്ച് ആസ് ജോസഫ് ആൻഡ്രൂസ് ആൻഡ് ടോം ജോൺസ്. നോൺ ഫോർ എ മോർ എക്സ്പാൻസീവ് സോഷ്യൽ അപ്രോച്ച്. അല്ലെ, വളരെ എക്സ്പാൻസീവ് ആയിട്ടുള്ള സോഷ്യൽ അപ്രോച്ചുകളുടെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഇനി അടുത്തതായ നമ്മുടെ 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവലിലെ 3rd വീൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ടോബിയാസ് സ്മോളറ്റ്. റോട്ട് നോവൽസ് ഫോർ അഡ്വഞ്ചർ ആൻഡ് സെറ്റാർ. അല്ലെ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സെറ്റാറിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ ഒന്ന് സാറ്ററൈസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാറുള്ളത്. അഡ്വഞ്ചേഴ്സ് ഓഫ് റോഡ്രിക് റാൻഡം, അതുപോലെ തന്നെ ഹാംബറി ക്ലിങ്കർ, ഒപ്പം തന്നെ നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള എക്സാമ്പിളുകളായിട്ട് ഈ വർക്കുകളെ ഒക്കെ തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, അപ്പൊ ഈ ഹാംബറി ക്ലിങ്കറിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു സെറ്റാറിക്കൽ ടോൺ ഉണ്ട്. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ലോറൻസ് സ്റ്റേൺ ആണ് നമുക്കുള്ളത്. റെക്കഗ്നൈസ്ഡ് ഫോർ എക്സ്പെരിമെന്റൽ ആൻഡ് അൺഓർത്തഡോക്സ് സ്റ്റൈൽസ് എക്സംപ്ലിഫൈഡ് ബൈ ട്രിസ്റ്റം ഷാൻഡി വിച്ച് ബ്രോക്ക്
കൺവെൻഷണൽ നെറേറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെ. അപ്പം ലോറൻസ് സ്റ്റേണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ഫോർ എക്സ്പെരിമെന്റൽ ആൻഡ് അൺഓർത്തഡോക്സ് സ്റ്റൈൽസ് അല്ലെ. ഈ ഓർത്തഡോക്സ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പൊതുവെ റൈറ്റേഴ്സ് ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്ന സ്റ്റൈലിനെയാണ് നമ്മൾ കൺവെൻഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് തനിക്ക് എന്ത് യുണീക്നെസ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ശ്രമിക്കാറുണ്ട്. എക്സംപ്ലിഫൈഡ് ബൈ ട്രിസ്റ്റം ഷാൻഡി വിച്ച് ബ്രോക്ക് കൺവെൻഷണൽ നെറേറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെ. കൺവെൻഷണൽ ആയിട്ടുള്ള നെറേറ്റീവ് സ്ട്രക്ചേഴ്സിനെ ബ്രേക്ക് അവേ ചെയ്തിട്ട് പുതിയൊരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ടാണ് എപ്പോഴും നമ്മുടെ റൈറ്റേഴ്സ് ശ്രമിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ ആരൊക്കെയാണ്? സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, ലോറൻസ് സ്റ്റേൺ, അതുപോലെ തന്നെ ടോബിയാസ് സ്മോളറ്റ്. ഓക്കെ, റിച്ചാർഡ്സന്റെ ഫേമസ് വർക്ക്സ് ആണ് പമേലയും ക്ലാരിസയും. എപ്പിസ്റ്റോളറി ആണ്, റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. ഹെൻറി ഫീൽഡിങ്ങിന്റെ പ്രത്യേകത തന്റെ ഫേമസ് ആയിട്ടുള്ള അപ്രോച്ചുകൾ, പിക്കാരസ് സ്റ്റൈൽ, വാൻഡറേഴ്സിന്റെ ലൈഫ് ഒക്കെ തന്നെ പ്രസന്റ് ചെയ്യാറുണ്ട്. ആൻഡ്രൂസും അതുപോലെ തന്നെ ടോം ജോൺസും ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. ടോബിയാസ് സ്മോളറ്റ് നമ്മുടെ റോഡ്രിക് റാൻഡം പോലെയുള്ള വർക്കുകൾ എഴുതി ഫേമസ് ആയിട്ടുള്ള ആളാണ്. ലോറൻസ് സ്റ്റേണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോറൻസ് സ്റ്റേൺ ട്രിസ്റ്റം ഷാൻഡി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിക് നോവൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് 4 പേരുമാണ് 4 വീൽസ് ഓഫ് ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസും അവർ ഉപയോഗിച്ച സ്റ്റൈലും അതുപോലെ തന്നെ അവർ വരുന്ന ഒരു വലിയ ബ്രാഞ്ച് ഏതാണെന്നും നമ്മൾ അന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് MCQ പോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോരോ പോയിന്റുകൾ കട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് അല്ലെ. എങ്കിൽ മാത്രമേ ആരൊരു പുസ്തകം എഴുതി എന്തായിരുന്നു അതിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇതും കൂടെ അറിവിലേക്കൊന്ന് ചേർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. എക്സാമിനായിട്ട് പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.